എല്ലാവർക്കും നമസ്കാരം. മായ സ്റ്റാരറ്റിലേക്ക് സ്വാഗതം. ചോദ്യ നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ചോദ്യ നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2025 10 of Swords, Sun card, Page of Cups, 7 of Cups, 4 of Swords, and Page of Wands energy connections. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ 10 of Swords and 4 of Swords energy connections ആണ്. ലൈഫ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതം ഒരു കരയ്ക്ക് അല്ലെങ്കിൽ ഒരു കര പിടിച്ചിരിക്കുന്ന ഒരു സമയം എന്ന് പറയാം. കാരണം ഈ അടുത്ത കാലത്തായിട്ട് ജീവിതത്തിൽ സംഭവിക്കുന്ന പല പല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ കരകയറുന്ന സമയം. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം പൊതുവെ ആരോഗ്യപരമായിട്ട് വളരെ നല്ലൊരു മാസമാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളില്ലാതെ, പ്രത്യേകിച്ച് വേറെ അതായത് റിട്ടയറൊക്കെ ആയിട്ടിരിക്കുന്നവർ വേറെ ബാധ്യതകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ഒരു സമയത്ത്, അല്ലെങ്കിൽ ഈ പ്രായത്തിൽ പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും എന്നുള്ള രീതിയിൽ മാത്രമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസം പൂർണ്ണമായിട്ട് സന്തോഷമുള്ളൊരു മാസമാണ്. കാരണം ആരോഗ്യപരമായിട്ട് ഒത്തിരി നല്ലൊരു സമയമാണ്. പിന്നെ ചില വീട്ടമ്മമാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ റെസ്റ്റൊക്കെ എടുക്കാനോ ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന സമയമാണ്. ഒത്തിരി തിരക്കാണ്. അപ്പോൾ നമ്മൾ പറയാറുണ്ട് ചില ആളുകൾ ഒന്ന് ഇരിക്കാൻ പോലും സമയമില്ല എന്ന് പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് റിലാക്സ് ചെയ്യാനും ഒന്ന് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഉള്ളൊരു അവസരം ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടൊന്ന് റിലാക്സിങ് ആയിട്ടുള്ളൊരു സമയം. മാത്രമല്ല ഒരു യാത്ര കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ യാത്രകളെന്ന് പറയുമ്പോൾ എല്ലാവരും ഫാമിലി ആയിട്ടുള്ളൊരു യാത്രയല്ല സൂചിപ്പിക്കുന്നത് ഇവിടെ. കാരണം നിങ്ങൾ കുടുംബം അല്ലെങ്കിൽ കുട്ടികൾ അങ്ങനെ ഒരു ഇതല്ല. പൊതുവിൽ അധികം യാത്ര ചെയ്യാത്ത ആളുകൾ, ഇപ്പോൾ ഫാമിലിയിൽ മറ്റ് തരത്തിൽ യാത്ര ചെയ്യാത്ത വീട്ടമ്മമാരായിട്ടുള്ളവരോ അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ഫേസിൽ നിൽക്കുന്ന റിട്ടയർ ആയിട്ടുള്ളവർ ഒക്കെ അധികം യാത്രയൊന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകൾ കുറവുള്ളവരെ സംബന്ധിച്ചിടത്തോളമാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. നിങ്ങൾ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ റിട്ടയർ ആയിട്ടുള്ള ആളുകൾ ചേർന്നിട്ട് എവിടെയെങ്കിലും യാത്ര പോകുന്നതും അല്ലെങ്കിൽ കുടുംബശ്രീയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ നിങ്ങളായിട്ട് നിങ്ങളും സുഹൃത്തുക്കളോടൊപ്പമുള്ള നിങ്ങളുടെ പ്രായത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇതിൽ നിൽക്കുന്ന ആളുകൾ ചേർന്നിട്ടുള്ള ഒരു യാത്ര എന്നുള്ള രീതിയിലാണ് സൂചിപ്പിക്കുന്നത്. തീർത്ഥാടനങ്ങൾ പോലെയുള്ള അതേപോലെയുള്ള പുണ്യപുരാതന സ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള അവസരമാവാം അത്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടങ്ങളിലേക്കൊക്കെയുള്ള യാത്രകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സൺ കാർഡ് ആൻഡ് 7 of Cups എനർജി കണക്ഷൻസ് ആണ്. ഇവിടെ ഭയങ്കര അപാരമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം. അപ്പോൾ ആത്മവിശ്വാസം ഒത്തിരി നിറഞ്ഞു നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും ഇപ്പോൾ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് നിങ്ങൾ ചിലപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കഴിവ് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ച് അതിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സമയമാണ് ഇപ്പോൾ എങ്കിൽ അതിൽ നിങ്ങൾ വളരെയധികം നിങ്ങളുടെ കഴിവ് മറ്റുള്ളവരുടെ മുമ്പിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം കൂടുതലാണ്, മറ്റുള്ളവരിലേക്കും അത് എത്തിക്കുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവർക്ക് കാണാനായിട്ട് കഴിയും നിങ്ങൾ എത്രത്തോളം ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അത് ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇൻ്റർവ്യൂസ് ഈ ഒരു മാസം നിങ്ങൾക്കുണ്ടെങ്കിൽ വിജയസാധ്യതകൾ കൂടുതലായിട്ട് നിൽക്കുന്നുണ്ട്. അതേപോലെ എക്സാംസ് എന്തെങ്കിലും വൈവ, അതായത് ക്വസ്റ്റ്യൻ അങ്ങോട്ടേക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള എന്തെങ്കിലും മത്സരങ്ങൾ പോലുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഇപ്പോൾ IELTS ടോഫലൊക്കെ എഴുതുന്നവരാണ്, ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ടുള്ളതോ മറ്റെന്തെങ്കിലും തരത്തിൽ വൈവ ആയിരിക്കാം, മറ്റെന്തെങ്കിലുമൊക്കെ ചോദ്യോത്തരപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ കഴിവ് തെളിയിക്കുന്നുണ്ട്. നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് ഇവിടെ ഏറ്റവും വലുത്. കാരണം ഒരു കാര്യം നിങ്ങളോട് ചോദിക്കുമ്പോൾ ആ ചോദ്യം പറയുന്ന നിങ്ങളുടെ ആ ഒരു ആത്മവിശ്വാസം ഒന്ന് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ കൂടിയും അത് നിങ്ങൾക്ക് കണ്ടെത്തി മനസ്സിലാക്കി പഠിച്ച് അത് ചെയ്തു തീർക്കും എന്നുള്ളൊരു നിങ്ങളുടെ കഴിവ് മറ്റുള്ളവരിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്ന ആ ഒരു എനർജി. പിന്നെ പുതിയ പുതിയ ഐഡിയാസൊക്കെ പലരെ സംബന്ധിച്ച് കാണുന്നുണ്ട്. അപ്പോൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ കരിയർ, നിങ്ങളുടെ പ്രൊഫഷനിൽ നിങ്ങൾ ചെയ്യുന്നതിൽ കൂടുതലായിട്ട് എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് ഒരു ചെയ്തിരുന്ന പ്രവൃത്തി തന്നെ, അതായത് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി തന്നെ
വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട് ആ ഒരു എനർജി. ആ ഒരു പോസിറ്റിവിറ്റിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിൽ കൂടുതലായിട്ട്. വ്യത്യസ്തങ്ങളായിട്ടുള്ള പുതിയ പുതിയ ഐഡിയാസ്, അത് ജോലിയിലാവാം. ഇനി ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ പുതിയ ഐഡിയാസ് ഉപയോഗിച്ചിട്ട് നിങ്ങളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ബിസിനസ്സിൽ നിങ്ങൾക്ക് ഒത്തിരി ഉയർച്ച ഉണ്ടാകുന്നു എന്നുള്ളത്, 4 പേര് നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കുന്നു, അറിയുന്നു എന്നുള്ളതൊക്കെയുള്ള നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള കണക്ഷൻസ് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒത്തിരി വ്യത്യസ്തങ്ങളായിട്ടുള്ള ഐഡിയാസ് നിങ്ങളിൽ ഉണ്ടാകുന്നത് മൂലം പല കാര്യങ്ങളും ചില സിറ്റുവേഷനിൽ ചില ആളുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷെ മറിച്ച് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ചില സാഹചര്യങ്ങളിൽ ചില ടീച്ചേഴ്സ് ആയിക്കൊള്ളട്ടെ, അതായത് ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഇത് സിലബസിലുള്ളത് മാത്രം പഠിച്ചാൽ മതി എന്ന് നമ്മൾ പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ അവർക്ക് താല്പര്യവുമില്ല, പുതിയതൊന്നും പഠിക്കാൻ താല്പര്യമില്ല. അത് വെറും ഒരു ജോലിയായിട്ട് കണ്ടിട്ട് അതൊരു പാഷനല്ല, മറിച്ച് വെറും ഒരു ശമ്പളം കിട്ടുന്ന ഒരു ജോലി എന്ന് ചിന്തിക്കുന്ന ചില വ്യക്തികൾ ഇതിങ്ങനെയാണ്, അപ്പോൾ ഇത് തന്നെ എന്നുള്ള ചിന്തിക്കുന്നവർക്ക് ഐഡിയാസ് ഒന്നും അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങളുടെ ഐഡിയാസ് അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന തെറ്റാണെന്നും ഈ ഒരു രീതിയിലല്ല ജീവിക്കേണ്ടത് എന്നുള്ള ആ ഒരു സൊസൈറ്റിയുടെ ആ പ്രഷറിലേക്ക് വീഴാതിരിക്കുക. പുതിയ കാര്യങ്ങൾ അംഗീകരിക്കുന്നവരുണ്ട് ഈ ലോകത്തിൽ, അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോവാം. അംഗീകരിക്കാത്ത ആളുകളുടെ അടുത്ത് വീണ്ടും വീണ്ടും പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. കാരണം അവർക്ക് എന്തായാലും അതിൽ താല്പര്യമില്ല. നോ ഡിസ്കഷൻ. അവിടെ ഒരു ഡിസ്കഷൻ കൊണ്ട് ഒരു പ്രയോജനമില്ല എന്നുള്ളതാണ്. അപ്പോൾ എവിടെയാണോ അംഗീകാരം ലഭിക്കുന്നത് അവിടെ നിങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കുക. നിങ്ങളുടെ കോൺഫിഡൻസ് വളരെയധികം ബൂസ്റ്റ് ചെയ്യുന്ന സമയമാണ് ഈ ഒരു മാസം. സൺ ആൻഡ് പേജ് ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നേരത്തെ പറഞ്ഞ പോലെ ആത്മവിശ്വാസം കൂടുതലുള്ള സമയമായതുകൊണ്ട് തന്നെ നിങ്ങളെ വില കൽപ്പിക്കുന്നിടത്ത് നിങ്ങൾ നിൽക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് വില തരാത്തവർ, നിങ്ങൾ വാല്യൂ ചെയ്യാത്തവർ, റെസ്പെക്റ്റ് ചെയ്യാത്തടത്ത് നിങ്ങൾ നിൽക്കുന്നതായിട്ട് കാണുന്നില്ല. മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ വില കൽപ്പിക്കുന്ന വ്യക്തികളോടൊപ്പമാണ് നിങ്ങൾ നിൽക്കുന്നത്. പലരും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകലുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം. അകലുന്നതെന്ന് പറയുന്നത് അതായത് നിങ്ങൾക്ക് സങ്കടം തരുന്ന കാര്യമില്ല. കാരണം ഇവിടെ നിങ്ങൾ തന്നെ പലരും ജീവിതത്തിൽ നിന്ന് അകന്നു പോകണമെന്ന് ചിന്തിക്കുന്നുണ്ട്. അവർ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ വാല്യൂ ചെയ്യുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളെ ചെറുതാക്കി കാണുന്ന അല്ലെങ്കിൽ ചെറുതാക്കി പറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ജീവിതത്തിൽ കട്ട് ചെയ്യാൻ, അതായത് മാറ്റാൻ നിങ്ങൾക്കൊരു പ്രയാസവും കാണുന്നില്ല. അത് നിങ്ങളുടെ ചില വ്യക്തികൾ നിങ്ങളുടെ ക്ലോസ് ഫാമിലിയിൽപ്പെട്ടവരായിരിക്കാം. ഇങ്ങനെയുള്ളവരായാലും അവരത് കട്ട് ചെയ്ത് അവർ പോയത് കൊണ്ട് എൻ്റെ ജീവിതം അവസാനിച്ചു എന്നുള്ളൊരു ചിന്തയിലൊക്കെ ഒരു കാലത്ത് നിങ്ങൾ ഉണ്ടായി കാണും. കാരണം ആ സൗഹൃദങ്ങൾ പലരും ഒത്തിരി വലിയ ലാർജ് സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറയുന്ന ആളുകളിൽ ആവശ്യത്തിന് ഉപകരിക്കുന്ന ഫ്രണ്ട്, അതായത് ശരിക്കും ഒരു റിയൽ ഫ്രണ്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ ഉണ്ടാവുക തന്നെ ഇല്ല. ഈ വരുന്ന വലിയ ആൾക്കൂട്ടത്തിൽ നിങ്ങളുടെ ശരിയായിട്ടുള്ള സുഹൃത്ത് ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ആളുകളുടെ എണ്ണം അല്ല നോക്കേണ്ടത്, ക്വാളിറ്റിയാണ് നോക്കേണ്ടത്, ക്വാണ്ടിറ്റി അല്ല എന്നുള്ളത് മനസ്സിലാക്കുന്ന സമയം കൂടിയാണ്. പേജ് ഓഫ് കപ്സ് ആൻഡ് 4 ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ്. ട്രാവലും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. യാത്രകൾ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരുമായിട്ട്, പ്രണയത്തിലായിട്ടുള്ളവർ, വിവാഹം അടുത്തിടയ്ക്ക് കഴിയുന്നവർ, ഹണിമൂൺ കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ കാണാത്ത ഇടത്തേക്കാണ് നിങ്ങൾ പോകുന്നത്. ഒരു വാസം കാണിക്കുന്നുണ്ട്. അത് വിദേശത്തേക്കുള്ളൊരു യാത്രയാണ്, വിനോദ യാത്രയാണ്. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സാഹചര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ചില ആളുകൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്, യാത്രയിലൂടെയാണത് കാണിക്കുന്നത്. മാത്രമല്ല വിദേശത്തേക്ക് പോകുന്നവർക്ക് വിദേശത്ത് നിന്നൊരു ഓപ്പർച്യൂണിറ്റി വരാനുള്ളൊരു സാഹചര്യവും ഈ മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു എനർജി കണക്ഷൻസാണ്. പിന്നെ ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ അമിതമായിട്ട് വർക്ക്, അതായത് നിങ്ങൾ എല്ലാവരുടെ മുമ്പിൽ ഞാൻ ഒത്തിരി പണിയെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ആത്മാർത്ഥത കാണിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്താലും കഷ്ടപ്പെട്ട് പണിയെടുത്ത് 8 മണിക്കൂർ ജോലിയേക്കാൾ 10 മണിക്കൂറൊക്കെ ജോലി ചെയ്യുന്നതോ അങ്ങനെ അമിതമായിട്ട് ഭയങ്കരമായിട്ട് ഓവറായിട്ട് എന്താ പറയുക, വളരെ വിശ്വാസത്തോടു കൂടിയിട്ട് ആത്മവിശ്വാസത്തോടു കൂടിയിട്ടൊക്കെ ജോലി ചെയ്യുന്നവർ നിങ്ങൾക്ക് എന്താണോ ലഭിക്കുക അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം നിങ്ങൾ കമ്പനി വാല്യൂ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് ഉള്ള ജോലി എന്നുള്ള രീതിയിൽ അമിതമായിട്ട് പണിയെടുക്കുന്നതിൽ നിന്ന് നിങ്ങൾ പിന്മാറുകയും
നിങ്ങൾക്ക് ഉള്ള ടൈം, മീ ടൈം നിങ്ങൾ എൻജോയ് ചെയ്യുന്ന ഒരു സമയമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.